ഹലോ ഗായ്സ്, പുതിയ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് കാസർഗോഡ് രീതിയിൽ ചിക്കൻ ബിരിയാണി വെച്ച് നോക്കിയാലോ? പോവാം റെസിപ്പിയിലോട്ടോ. നമുക്ക് വേണ്ടത് മല്ലിയില, പുതിന, പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളകും പെരിഞ്ചീരകം, ഇതെല്ലാം കൂടെ നല്ല പേസ്റ്റാക്കി എടുക്കണം. അത് കഴിഞ്ഞിട്ട് ഈ മല്ലി ഇലയും പിന്നെ പുതിന വേറെ സെപ്പറേറ്റ് ആക്കി അതും കൂടെ ഇങ്ങനെ ചതച്ചെടുത്താൽ മതി. അത് രണ്ടും കൂടെ ചിക്കനായിട്ട് നമുക്ക് ആഡാക്കി കൊടുക്കാം. അതിനകത്ത് കുറച്ച് കോൺഫ്ലവർ പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ചിക്കൻ മസാല, കുറച്ച് ഗരം മസാല, കുറച്ച് ബിരിയാണി മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. നമുക്ക് അതിനകത്ത് ആവശ്യമുള്ള ഉപ്പും നമുക്ക് വേണ്ടത് കട്ടത്തൈര് കൂടെ അതിനകത്ത് കുറച്ച് നമുക്ക് മിക്സാക്കി കൊടുക്കാം. കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഇട്ട് ഓയിലും കൂടെ ഇട്ട് കൊടുക്കാം അതിനോട്ട് നമുക്ക്. എന്നിട്ട് നല്ല രീതിയിൽ മിക്സാക്കി കൊടുക്കുക. എല്ലാ ഇറച്ചിയും മസാലയൊക്കെ നല്ലോണം പിടിക്കത്തക്ക രീതിയിൽ നല്ലോണം മിക്സാക്കി നമുക്ക് അവിടെ റെസ്റ്റിന് വേണ്ടി മാറ്റി വെക്കാം. ഒരു മണിക്കൂറോളം നമുക്ക് നല്ലോണം മാറ്റി വെക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചിക്കനെ വേണ്ട എല്ലാ ഗ്രേവിക്ക് വേണ്ടത് എല്ലാം നമുക്ക് ഉള്ളിയെല്ലാം നല്ലോണം അരിഞ്ഞെടുക്കുക. 1 കിലോ അത്രയുള്ള ഉള്ളി വേണം. തക്കാളി ഒരു 3-4 എണ്ണം, കുറച്ച് പച്ചമുളക്, ഇഞ്ചി നമുക്ക് നേരത്തെ പേസ്റ്റ് ആയാലും മതി, കുറച്ച് മതി, അത്രേ ഉള്ളൂ. അതെല്ലാം നമുക്ക് നല്ലോണം വഴറ്റിയെടുക്കാം. കളർ ചിലർ ആഡാക്കും, വേണമെങ്കിൽ ആഡാക്കും. ഞങ്ങൾ ആഡാക്കിയില്ല. അതിന് പകരം കുറച്ച് കളർ ഇട്ട് കുറച്ച് മുമ്പേ ആക്കി വെക്കണം. ഒരു ബൗളിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് അതിന് കുറച്ച് വെള്ളം ഇട്ടിട്ട് കുറച്ച് നെയ്റ്റിട്ട് ഞങ്ങൾ നന്നായിട്ടൊന്ന് ഇളക്കും. ഇത് ഒരു അരമണിക്കൂർ എടുത്ത് സെറ്റ് വെക്കണം. എന്നാലും അത് ലാസ്റ്റ് നമ്മൾ ഇടുമ്പോൾ നല്ലതായിട്ടൊരു സെറ്റ് ആയിട്ട് വരും. അതിനുശേഷം നല്ല ബ്ലെൻഡ് ആക്കി എടുക്കണം. ചിക്കന് കണ്ടോ നല്ല മസാലയൊക്കെ പിടിച്ച് നമ്മൾ അരമണിക്കൂർ വെച്ചതിന് ശേഷം ഞങ്ങൾ എണ്ണ തിളപ്പിക്കാൻ വെക്കണം. നല്ല ചൂട് ഓയിൽ ഒഴിച്ചിട്ട് നമ്മൾ അടുപ്പിലാണ് ആക്കുന്നത് ഗൈസ്. അപ്പോൾ അടിപൊളി ടേസ്റ്റ് കിട്ടും. അതിന് കുറച്ച് ചിക്കൻ വെന്താൽ മതി, പാകത്തിന്. കണ്ടില്ലേ ഇടുമ്പോൾ സൂക്ഷിണ്ട കയ്യിലൊക്കെ തെറിക്കുക എണ്ണ. കുറേ ചിക്കൻ ഇടാൻ പാടില്ല, കുറച്ച് ചിക്കൻ എല്ലാം ഒരേ ട്രിപ്പിൽ പറ്റും. അങ്ങനെ 4-5 പ്രാവശ്യം ആക്കിയതിന് ശേഷം ആക്കണം. അതിന് ശേഷം ഉള്ളി ഇതേപോലെ വറുത്തെടുക്കണം ഗൈസ്. പിന്നെ ചിക്കൻ്റെ മസാല ഇടാൻ മറന്നുപോയി ഗൈസ്. ചിക്കൻ റോസ്റ്റ് ഉള്ളി തക്കാളിയൊക്കെ കുറച്ചൊക്കെ കട്ടാക്കിയിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, അങ്ങനെ കുറേ പൊടികളൊക്കെ ഇട്ട് ഇളക്കുക ഗൈസ്. അപ്പോൾ ഗ്രേവി സെറ്റ്. അതിന് ശേഷം ഞങ്ങൾ ചോറിൻ്റെ വീഡിയോ എടുക്കാനും പറ്റില്ല ഗൈസ്. ചോറിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിച്ചപ്പ്, ഞാൻ നേരത്തെ പറഞ്ഞ ആ മഞ്ഞപ്പൊടി വെള്ളം നമ്മൾ ഇടണം ഗൈസ്. ചോറിട്ട് അതിൻ്റെ മുകളിൽ ക്യാരറ്റ് ഇട്ടിട്ട് കട്ടാക്കി, പിന്നെ മല്ലിപ്പൊടി പുതിനയെല്ലാം ഇട്ടിട്ട് അണ്ടിപ്പരിപ്പ്, വറുത്ത അണ്ടിപ്പരിപ്പ്, മുന്തിരിയും വറുത്ത ഇത് ഉള്ളി ഗ്രേവി ഇടണം ഗൈസ്. അതിന് ശേഷം ചിക്കൻ ഇടുക, അതിൻ്റെ മുകളിൽ ഒന്നും കൂടെ ചോറിടുക. അതിന് ശേഷം അത് നമ്മൾ വീണ്ടും റിപ്പീറ്റ് ആക്കണം ഗൈസ്. കണ്ടില്ല? അതിന് ശേഷം വീണ്ടും അങ്ങനെ ഇട്ടിട്ട് നമ്മൾ വറുത്ത് വെച്ച കുറച്ച് അണ്ടിപ്പരിപ്പില്ലേ, അണ്ടിപ്പരിപ്പ് അതിൻ്റെ മുകളിലിടണം. കണ്ട ഗൈസ്? അതേ പുതിനയിലാണ് ഇടുന്നത്. പുതിനയില ഇട്ടിട്ട് അതിന് ശേഷം മല്ലിച്ചപ്പ് ഇടുക ഗൈസ്. കണ്ടില്ലേ? അപ്പോൾ നല്ല രസം. അതിന് ശേഷം മുന്തിരി, അണ്ടിപ്പരിപ്പ് അങ്ങനെയൊക്കെ ഇട്ട് ഉള്ളി വറുത്തൊക്കെ ഇട്ട് നമ്മളപ്പോൾ സെറ്റായി വരിക. അതിന് ശേഷം മുകളിൽ കുറച്ച് മഞ്ഞൾപ്പൊടി വെള്ളം ഒഴിക്കണം ഗൈസ്. അത് ഇതിലുണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതിന് ശേഷം സെറ്റായി ഗൈസ്.